നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നു വീട്ടിൽ ചേട്ടാ. കൈ കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. മിണ്ടാതിരിക്കുക വന്നിട്ട് ഇവിടെ ഒന്ന് ഇരിക്കുക വെച്ചിട്ട് സമയം വെള്ളം ചൂടാക്കാം, മേല് കഴുകാൻ മതി. ഇന്നിപ്പോ കുളിച്ചില്ലാലും കുഴപ്പമില്ലേ? വേണ്ട, ഒന്ന് മേല് കഴുകാം. വേദന ഉണ്ടോ? പറയത്തക്കൊന്നുമില്ല, എന്നാലും ഉണ്ട്. വീണയല്ലേ, അപ്രതീക്ഷിതമായിട്ട് വീണപ്പോ ഉണ്ടായ ഒരു ചെറിയൊരു ഇത്. പൊട്ടലില്ലല്ലോ? പൊട്ടലില്ല, എക്സ്റേ എടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു എന്തോ ഒരു. അത് പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള വീഴ്ചയിൽ ഞരമ്പ് വലിഞ്ഞതായിരിക്കും. അതൊരു 2-3 ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറും. നമ്മുടെ മറ്റേ എന്തെന്നാ എണ്ണയുടെ പേര് അമ്മയ്ക്ക് ഇവിടെ വാങ്ങിക്കണ പിണ്ടതയിലോ? അല്ലല്ല, അതല്ലല്ല, മുറിവെണ്ണ. മുറിവെണ്ണ ഇട്ടിട്ട് 2 ദിവസം തളവി അതങ്ങ് മാറും. എന്നാലും ഞാൻ ആലോചിക്കായിരുന്നു, നിങ്ങൾ ഈ പോലീസുകാർക്ക് ഈ ട്രെയിനിങ് പീരീഡിൽ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഉള്ള ഈ ആക്രമണത്തെ തടയാനുള്ള വീഴ്ചയിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ? ഉണ്ട്. പിന്നെ നീ എന്തെന്നാ ക്ലാസ്സിൽ പോയില്ല? അതാ അന്ന് അവിടെ ഇരുന്ന് ഉറങ്ങിയ ഉറങ്ങിപ്പോയി കാണല്ലേ? അത് അറ്റൻഡ് ചെയ്തെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ അളിയ, ഇത് നീ ഇങ്ങനെ ഒരു പോലീസുകാരൻ ആക്രമണത്തിൻ്റെ ഇടയിൽ വീഴുന്ന് കൈക്ക് പരിക്ക് പറ്റി, ഇനി കൈ ഒടിഞ്ഞ് പൊട്ടിയെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും അതിനെക്കുറിച്ച് സംസാരിക്കുകയില്ല, ഒരു പത്രത്തിലും അതിനെക്കുറിച്ചൊരു വാർത്ത വരെയില്ല. വെറുതെ കിട്ടാനുള്ളത് നിനക്ക് കിട്ടി. പക്ഷേ അവിടെയാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ വ്യത്യാസം. എൻ്റെ നെറ്റിയിലുണ്ടായ മുറിവാണ് കേരളത്തിൽ നിന്നല്ല ലോകത്തെ മലയാളികളുള്ളിടത്ത് എല്ലാം ചർച്ചാ വിഷയം. എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞിരിക്കുകയാണ്. ക്ലീറ്റസ് മത്തായി എന്നൊരു പൊതുപ്രവർത്തകൻ ഇങ്ങനെ തിരുവനന്തപുരം എടപ്പഴഞ്ഞിയിൽ ഉണ്ടെന്നും അയാളിങ്ങനെ ഒരു പൊതുജന സേവനമായ ഒരു ബന്ധപ്പെട്ട പരിപാടിക്ക് പോയപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിന് മുറിവ് പറ്റിയെന്നും അതിലൊരുപാട് പേർക്ക് സങ്കടമുണ്ടെന്നും പറഞ്ഞൊക്കെ വാർത്തകൾ വരണത് കണ്ടാ നീ? എടാ, ഈ ഒരു കാര്യം, നമ്മളിപ്പോൾ എത്ര പരിശീലനം കിട്ടിയാലും അപ്രതീക്ഷിതമായ ചില അറ്റാക്കുകൾ ഉണ്ടാവുന്ന സമയത്ത് ആർക്കും സംഭവിക്കുക. എനിക്ക് മാത്രമല്ല, 1-2 പേരെ പോലീസുകാർക്കും പറ്റിയിട്ടുണ്ട്. എടാ, എനിക്കിപ്പോൾ ഇത് സംഭവിച്ചത് എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. ചിലപ്പോൾ ഇത് പറ്റും, ചിലപ്പോൾ ഇതിനപ്പുറം പറ്റിയെന്നിരിക്കും, ചിലപ്പോൾ ഒന്നും പറ്റിയില്ലെന്ന് ഇരിക്കും. മനസ്സിലായില്ലേ? പക്ഷേ പബ്ലിസിറ്റിക്ക് വേണ്ടി സ്വന്തം ശരീരം മുറിച്ചിട്ടുള്ള ഈ പരിപാടി ഉണ്ടല്ലോ, ഭയങ്കര ചീപ്പായിപ്പോടാ, ഭയങ്കര ചീപ്പായിപ്പ്. അയ്യോ, കഷ്ടം. പൊന്നെ പോലീസുകാരളിയാ, ഞാൻ ഇത്രയും നാളും കരുതിയത് ഈ ലോകത്ത് എന്നെ മനസ്സിലാക്കിയ ഒരേ ഒരാൾ നീ മാത്രമാണെന്നാണ്. എടാ, സ്വന്തം ശരീരം വേദനിപ്പിച്ചിട്ട് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ ക്ലീറ്റസ് മത്തായി അത്ര മണ്ടനാണെന്ന് നീ കരുതിയ? കേരള പൊളിറ്റിക്സിൽ എനിക്കൊരു പേരുണ്ട്, രാഷ്ട്രീയ രാവണൻ. ആ രാവണൻ്റെ 10 തലയിൽ 1 തലയിലെ ബുദ്ധിയാണ് നീ ഇപ്പം കണ്ടത്. ഇനി 9 തലയിലെ ബുദ്ധി ബാക്കി കിടക്കണേ ഉള്ളൂ.